അക്കൗണ്ടിംഗ് ലെജൻഡ്. നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന പ്ലസ് ടു കോമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ദാറ്റ് ഈസ് FW ടൈലറിന്റെ എന്താണ് FW, ഹൂ ഈസ് ആൻ FW ടൈലർ, ദെൻ FW ടൈലറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്ഷൻ ഉള്ളത് തന്നെയാണ്. ദാറ്റ് ഈസ് FW ടൈലറിന്റെ അഭിപ്രായ പ്രകാരം ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യണമെന്നാണ് FW ടൈലർ പറയുന്നത്. ഏതെല്ലാമാണ് ഈ സയന്റിഫിക് ടെക്നിക്സ്, ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സയന്റിഫിക് ടെക്നിക്ക് ഏതെല്ലാമെന്നുമാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്കൊരു 7 ടെക്നിക്കാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് വരിക. ഈ 7 ടെക്നിക്കിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കണം. ദാറ്റ് ഈസ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് വേണ്ടി യൂസ് ചെയ്യുന്ന 7 ടെക്നിക്കുകൾ എന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് ഫങ്ഷണൽ ഫോർമാറ്റ്ഷിപ്പ്. എന്താണ് ഫങ്ഷണൽ ഫോർമാറ്റ്ഷിപ്പ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. then അതുപോലെ തന്നെയാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഒരു വർക്ക് അതിന്റെ സ്റ്റാൻഡേർഡും അതിന്റെ സിംപ്ലിഫിക്കേഷനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. then അതുപോലെ തന്നെയാണ് മെത്തേഡ് സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡി, അതിന്റെ ലക്ഷ്യം എന്താണ്. then അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് ആൻഡ് മെറ്റീരിയൽ. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. then അതുപോലെ തന്നെ നമ്പർ 5 എന്ന് പറയുന്നത് ടൈം സ്റ്റഡി. ദാറ്റ് ഈസ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഫാക്ടർ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. then അതുപോലെ ആറാമത്തെ ഫാറ്റിഗ് സ്റ്റഡി. ഫാറ്റിഗ് സ്റ്റഡി ഈസ് ദ റെസ്റ്റ്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള റെസ്റ്റ് എന്തുമാത്രമാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. then ലാസ്റ്റ് പറഞ്ഞ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് ഓരോ വർക്കിനും അവരുടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് എന്തുമാത്രം കൊടുക്കണം, ഇതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതെല്ലാം ഓൺ ബൈ ഓൺ ആയിട്ട് നമുക്കിന്ന് ക്ലിയർ ആയിട്ട് ഒരു സിമ്പിൾ വേയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. then സയന്റിഫിക് പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞത് തന്നെ എന്താണ് ഫങ്ഷണൽ ഫോർമാറ്റ്ഷിപ്പ്. എന്താണ് ഫങ്ഷണൽ ഫോർമാറ്റ്ഷിപ്പ്? ദാറ്റ് ഈസ് FW ടൈലറിന്റെ കൺസെപ്റ്റ് പ്രകാരം ഓരോ വർക്ക് അല്ലെങ്കിൽ ഓരോ എംപ്ലോയിനെയും മാനേജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിക്ക് മിനിമം ഒരു 8 സൂപ്പർവൈസർ ആവശ്യമുണ്ടെന്നാണ് FW ടൈലർ പറയുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്കിന് ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്കാണ്. അതായത് സ്പെഷ്യലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ വർക്കിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് എത്ര വേണം? 8 സൂപ്പർവൈസർ വേണമെന്നാണ്. ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിക്ക് 8 സൂപ്പർവൈസർ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ 8 സൂപ്പർവൈസർ തന്നെ 2 കാറ്റഗറി എടുത്തിരിക്കണം. നമ്പർ 1 എന്ന് പറയുന്നത് പ്ലാനിംഗ് ഇൻചാർജ്, നമ്പർ 2 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഇൻചാർജ്. ഇങ്ങനെ 2 കാറ്റഗറി എടുത്തിരിക്കണം. ഓരോ കാറ്റഗറിയിലും 4 വീതം സൂപ്പർവൈസർ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ദാറ്റ് ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്കാണ്. പിന്നെ അവിടുത്തെ വർക്കിനെ അസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി 8 സൂപ്പർവൈസർ അപ്പോയിന്റ് ചെയ്യണം. അതിൽ 2 എന്ന് പറയുന്നത് അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് പ്ലാനിംഗ് ഇൻചാർജ്, നമ്പർ 2 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഇൻചാർജ്. ഇത് ഏതെല്ലാമാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. then സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഓരോ വർക്കിനും നമ്മൾ സ്റ്റാൻഡേർഡ് അസൈൻ ചെയ്ത് കൊടുക്കണം. then ആ സ്റ്റാൻഡേർഡ് അസൈൻ ചെയ്യുന്നത് പറയുന്നത് വെരി സിമ്പിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഒരു വർക്കറിന് അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു വർക്കിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമുണ്ടാവുന്നതാണ് FW ടൈലർ പറഞ്ഞത്. നമ്പർ 1 എന്താണ് പറഞ്ഞത്? റെഡ്യൂസ് സ്പോയിലേജ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെയും വേസ്റ്റേജും ആൻഡ് സ്പോയിലേജും ഇല്ലാതാകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. ദാറ്റ് ഈസ് ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്കിന്റെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. then മൂന്നാമത്തത് പറയുന്നത് എന്താണ്? ഡിമിനിഷിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിമിനിഷ് ചെയ്യുമെന്നാണ്. എന്താണ് ഡിമിനിഷിംഗ് മീൻസ്? ഡിമിനിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിന് ഓട്ടോമാറ്റിക് ആയിട്ട് കോസ്റ്റ് കുറയുന്ന രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നാണ് പറയുന്നത്. then അതുപോലെ തന്നെയാണ് പറയുന്നത് നാലാമത്തെ എന്ന് പറയുന്നത് റെഡ്യൂസ് ഫാറ്റിഗ് ഓഫ് വർക്ക്. അതായത് റെസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നാണ്. ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് സ്പെഷ്യലൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ റെസ്റ്റ് ടൈം കുറയ്ക്കാൻ നമുക്ക് പറ്റുമെന്നാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന ടെക്നിക് ഉപയോഗിക്കുന്നതിലൂടെ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു
നാല് പോയിന്റ് ആണ് സ്റ്റാൻഡർഡൈസേഷനും സിംപ്ലിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് FW ടൈലർ ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്ത മൂന്നാമത്തെ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ പറയുന്നത് മെത്തേഡ് സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് മീൻ ചെയ്യുന്നത്? നമുക്കിവിടെ നോക്കാം. എന്താണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് മീൻ ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്. ഒരു ജോബ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് വേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The aim of this study is to maximize efficiency and the use of material. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മെത്തേഡ് സ്റ്റഡിയിലൂടെ നമുക്ക് ഒരു വർക്ക് ഏത് രീതിയിൽ അറ്റൈൻ ചെയ്യണം, അറ്റൈൻ ചെയ്യുന്നതിന്റെ എയിം എന്ന് പറയുന്നത് അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, മാക്സിമൈസ് ദ എഫിഷ്യൻസി കൊണ്ടാണ് ഈ മെത്തേഡ് സ്റ്റഡിയിലൂടെ FW ടൈലർ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. എന്താണെന്ന് നോക്കാം. A close observation of movement of work and in machine to perform a particular task. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി അതിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ മോഷൻ സ്റ്റഡി കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. അത് അവിടുത്തെ വർക്കറും അതുപോലെ തന്നെ മെഷീന്റെ പെർഫോമൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തണമെന്നാണ് FW ടൈലർ പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ മോഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഞ്ചാമതെന്ന് പറയുന്നത് ടൈം സ്റ്റഡി. എന്താണ് ടൈം സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം. That is, time study means determination of time required to complete a particular study. ഒരു പർട്ടിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ എന്തുമാത്രം ടൈം നമ്മൾ വേസ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്തുമാത്രം ടൈം നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫാറ്റിഗ് സ്റ്റഡി. എന്താണ് ഫാറ്റിഗ് സ്റ്റഡി? മീൻസ് to identify the amounts and the frequency of rest required in completing your work. That is, rest ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന റെസ്റ്റ് ടൈം എത്രയെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഒരുപാട് രീതിയിൽ അവർ റെസ്റ്റ് എടുത്ത് ടൈം പാഴാകുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മുടെ ടെക്നിക്ക് പറയുന്നത് ഫാറ്റിഗ് സ്റ്റഡി എന്ന് പറയുന്നത്. ഏഴാമത്തെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. എന്താണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം? ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ആയിരിക്കണം. എന്താ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ലോ പീസ് റേറ്റ് ഫോർ ദോസ് ഹു ആർ ബിലോ ദ സ്റ്റാൻഡേർഡ്. ബിലോ ദ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് കുറവ് തന്നെ ആയിരിക്കണം. ഇതുപോലെ തന്നെ എ ഹൈ പീസ് റേറ്റ് ഓഫ് ദോസ് ഹു ആർ അറ്റ് ഓർ എബോവ് ദ സ്റ്റാൻഡേർഡ്. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിൽ വർക്ക് നേടുന്നവർക്ക് ഹൈ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ ഹാപ്പി ആവുകയുള്ളൂ. കൂടുതൽ നമുക്ക് ആ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഇതൊക്കെയാണ് FW ടൈലറിന്റെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു 7 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വർക്കേഴ്സിന് നമുക്ക് 100% മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് FW ടൈലർ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.